പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നും എന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്, മരണാനന്തരം നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകും, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്. ഞാൻ ഈയിടെയായൊരു വീഡിയോ കണ്ടു. അത് റീബിൽഡ് യുവർ ചർച്ച് എന്ന ചാനലിലൂടെ ശ്രീ PM എബ്രഹാം നടത്തിയ ഒരു ക്ലാസ്സാണ്. വളരെ വേദനാജനകമായി എനിക്കത് തോന്നി. അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറയുന്നതൊക്കെ വചനവിരുദ്ധമാണ്. യാക്കോബായ സഭയിലെ കൂദാശകളും ശുശ്രൂഷകളും ഒക്കെ മരണശേഷമുള്ള ആത്മാവിനെ പറ്റി വചനമനുസരിച്ചുള്ളതല്ല. കുറേ പാരമ്പര്യങ്ങളും നിയമങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂദാശകളും കുർബാനയൊക്കെ രക്ഷിച്ച് അതിനെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വിരുദ്ധത എന്നുള്ളത് കൂടുതൽ സങ്കീർണമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം, സ്വർഗം നരകം പറഞ്ഞ് ഈ സഭയെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറയുന്നത്, എനിക്ക് തോന്നുന്നതാണ്, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഏതോ മതില് കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗവും നരകവും പർദീസ എന്നൊക്കെ പറയും. ഇത് തെറ്റാണ്, ആ ചിന്ത തെറ്റാണ്. സ്വർഗം നരകം പർദീസ എന്ന് പറയുന്നതൊക്കെ ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്, ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ്. അത് മലകെട്ടി തിരിച്ചിരിക്കുന്നില്ല. ദൈവം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ചൈതന്യം ഭൂമിയിലില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കണം. മരണശേഷം നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. മരിച്ചാൽ ഉടനെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയി കഴിഞ്ഞു. പിന്നെ ദൈവം തീരുമാനിക്കും എവിടെ പോകണമെന്നുള്ളത്. അതാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹം ഒരു പാട്ട്, മരണശേഷമുള്ള നമ്മുടെ ശുശ്രൂഷകളുടെ ഒരു ഗീതം അദ്ദേഹം ചൊല്ലി. അതിൻ്റെ അർത്ഥം ഏതാണ്? മരണദൂതൻ വന്നെത്തിയിരിക്കുന്നു ആത്മാവിനെ വേഗം കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ, ഞാൻ എൻ്റെ കൂട്ടുകാരെയും പരിചയക്കാരെയും ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോഴും സമ്മതിച്ചില്ല. യാതൊരെയും കോഴകളൊന്നും അവൻ കൈക്കൊണ്ടില്ല. അത് ശരിയാണ്. പക്ഷേ മരണശേഷമുള്ള ഒരു സ്ഥിതി അല്ല അവിടെ പറയുന്നത്. മരിക്കാൻ പോകുന്ന ആത്മാവ് മരണസമയം വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം താട്ടെ, ഞാനൊന്ന് കൂട്ടുകാരുടെ അടുക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് യാതൊരെയും കോഴകളൊക്കെ സമർപ്പിച്ചെങ്കിലും ദൈവം അത് സ്വീകരിച്ചില്ല. ദൈവം തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കണം. ആ പാട്ടിൻ്റെ അർത്ഥം അറിയാതെ അദ്ദേഹം പറഞ്ഞത് മരണശേഷം ആത്മാവിനെ വേഗം കൊണ്ടുപോകാനായിട്ട് മരണദൂതൻ വന്നിരിക്കുന്നു എന്നാണ്. മരണമാകുന്ന ദൂതനല്ല, അല്ലെങ്കിൽ മരണത്തിൻ്റെ ദൂതനല്ല ആത്മാവിനെ കൊണ്ടുപോകുന്നത്. മാലാഖമാരാണ്, 2 ദൂതന്മാരാണ്. പക്ഷെ ഓരോ മാലാഖമാർക്കും ഓരോ കർത്തവ്യമാണ്. മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ആത്മാവ് അവരോട് ചോദിക്കുകയാണ്, മരണദൂതനോട്, ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ചെയ്തു തരാമോ? പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം തീരുമാനിക്കുന്ന സമയത്ത് മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. പെന്തക്കോസ്തു വിശ്വാസം അനുസരിച്ച് മരണശേഷം ഉടനെ തന്നെ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ പോകുമെന്ന്. അത് തീർച്ചയായിട്ടും തെറ്റാണ്, വചനവിരുദ്ധമാണ്. 2 കൊരിന്ത്യർ 5:10 പരിശുദ്ധനായ പൗലോസ് പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായവിധി മുമ്പാകെ നിൽക്കേണ്ടതാവും.
ന്യായവിധി കർത്താവിന് രണ്ടാമത്തെ വരവിലാണ്. അതിനുശേഷമാണ് സ്വർഗവും നരകമൊക്കെ. പിന്നെ യോഹന്നാൻ 14:3 പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. രണ്ടാമത്തെ വരവിലെ ചേർത്തുകൊള്ളുള്ളൂ, സ്വർഗമായി നരകമായി ഇപ്പോൾ അതില്ല. പിന്നെ യാക്കോബായ സഭയുടെ വിശ്വാസം ഒന്നുകിൽ ഈ ആത്മാവ് പാതാളത്തിൽ പോകും, അല്ലെങ്കിൽ പർദീസയിൽ പോകും. ഈ പാതാളവും പർദീസയും ഒന്നും മതിലെ ചുറ്റപ്പെട്ടതല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനുഭവമാണ്. പാതാളമുണ്ട്, പാതാളത്തെ പറ്റി അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല കേട്ടോ. സങ്കീർത്തനങ്ങൾ 16:10, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. സങ്കീർത്തനക്കാരൻ പറയാണ്, എൻ്റെ ആത്മാവിനെ നീ എൻ്റെ പ്രാണനെ നീ പാതാളത്തിൽ വിടുകയില്ല. മനുഷ്യന് ശരീരവും പ്രാണനും ആത്മാവുണ്ട്. ആണ് ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹിയെ പിന്നെ ഒരു അക്ഷരത്തെയും പറയല്ല. തിയോളജി പഠിക്കാതെ കണ്ട് ഒരു വാക്യം വായിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക. അതാണ് ഈ പെന്തക്കോസ്തുകാരുടെ പ്രധാന കുഴപ്പം. അക്ഷരം പ്രതി അക്ഷരത്തിൻ്റെ അർത്ഥമല്ല, അക്ഷരത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് പോകില്ല. ഈ ദേഹിയാണ് പ്രാണൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാണനും ആത്മാവും ഒരേ സ്ഥലത്ത് തന്നെ, ഒരേ ആത്മാവിൻ്റെ കൂടെ തന്നെ പ്രാണനുണ്ട്. ശരീരം വേറെ, മരിക്കുമ്പോൾ ശരീരം വേറെ നമ്മൾ അടക്കം ചെയ്യുന്നു. എന്നാൽ പ്രാണനും ആത്മാവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി. ഒന്നുമില്ല അവനെ പാതാളത്തിലൂടെ ചെയ്ത് നല്ല പ്രവൃത്തി ആണെങ്കിൽ അവൻ്റെ പർദീസ് കിട്ടും, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോകും. അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. പിന്നെ 1 പത്രോസ് 3:19-20 4:6 മരിച്ചവരോട് കർത്താവ് സുവിശേഷം പ്രസംഗിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ, നോഹയുടെ കാലത്ത് തടവിലാക്കപ്പെട്ട ആത്മാക്കൾ, നോഹയുടെ കാലത്ത് 8 പേര് വെച്ച് ബാക്കിയെല്ലാം ജലപ്രളയത്തിൽ മരിച്ചുപോയില്ല. അവരുടെ ആത്മാക്കൾ പാതാളത്തിൽ ചെന്നിട്ടുണ്ട്. പഴയ നിയമം അനുസരിച്ച് പാതാളം 2 ഘട്ടമുണ്ട്, 2 തട്ടുണ്ട്. മുകളിലത്തെ തട്ട് നീതിമാന്മാരുടെ, താഴത്തെ തട്ട് പാപികളുടെ. ഈ 2 തട്ടിലുള്ളവരുടെ അടുത്ത് നിന്ന് കർത്താവ് വചനം പ്രസംഗിച്ചു, നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഇനി നിങ്ങളിവിടെ കിടക്കണ്ട. വിശ്വസിച്ച എല്ലാവരും എന്താണ് പറയുന്നത്? അവരെല്ലാവരും ഏതിൻ്റെ പ്രതീക്ഷയിലേക്ക്, അതാണ് അബ്രാഹാമിൻ്റെ പടി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. അങ്ങനെ കൊണ്ടുപോയാണ്. പിന്നെ പാതാളത്തെ പറ്റി വേറെയും പറയുന്നുണ്ട്. യോഹന്നാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2:3 2:2 അവനിക്ക് യഹോവയോട് ഞാൻ നിലവിളിച്ചു, അവനെനിക്ക് ഉത്തരവരുളി, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. പാതാളത്തിൻ്റെ, അതായത് ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന വേദന പാതാളത്തിൻ്റെ ഉള്ളിൽ വെച്ച് അനുഭവിക്കുന്നതായിട്ടാണ് തോന്നിയത്. അപ്പോൾ നീ എൻ്റെ നിലവിളി കേട്ടു, എന്നെ വിടുവിച്ചു. അപ്പോൾ പാതാളത്തിൽ കിടന്നാലും പ്രാർത്ഥിച്ച ഫലമുണ്ടെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവർ മരണശേഷം ഉടനെ സുഖത്തിൽ പോകും, നരകത്തിൽ പോകുന്നു പറയുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ലാതെ വരില്ല. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പിന്നെ 40 ദിവസത്തേക്കുള്ള കാര്യം അദ്ദേഹം വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഇതെന്ന് തന്നെ പറയുന്നുണ്ട്, കർത്താവ് ഉയർപ്പിന് ശേഷം 40 ദിവസം ഇവിടെ ആയിരുന്നു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് തന്നെ പാപിയായ മനുഷ്യൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവനെ ഏറ്റെടുക്കുകയാണ്. യോഹന്നാൻ മാമോദീസ മുക്കാൻ ചെന്നപ്പോൾ യോഹന്നാൻ സമ്മതിച്ചില്ല. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നടക്കേണ്ടത് നമുക്ക് ഉചിതം. അവിടെ നീതി എന്ന് പറയുന്നത് പാപിയായ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട എല്ലാ കൂതാശകളും കാര്യങ്ങളും ഞാൻ അനുഷ്ഠിക്കണം. അവിടെ നീ എൻ്റെ മാമോദീസ നോക്കണം. അപ്പോൾ പാപിയായ മനുഷ്യരോട് താതാത്മ്യം പ്രാപിക്കാനാണ് മനുഷ്യാവതാരം. പിന്നെ അവൻ്റെ പാപങ്ങളൊക്കെ വീട്ടിൽ ക്രൂശീകരണം നടക്കുന്നു. പിന്നെ അവൻ അടക്കപ്പെടുന്നു, സ്വർഗാരോഹണം ചെയ്യും. സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് ഉയർത്തത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ്. എന്നിട്ട് ശിഷ്യന്മാർക്ക് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ടത് തേജസ്കരണം മറച്ചു വെച്ചുകൊണ്ടാണ്.
തേജസ് കിരണത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മളൊക്കെ മരിച്ചു. ആർക്കും അവനെ കാണാൻ പറ്റില്ല. ആ അവൻ്റെ രശ്മിയുടെ ഉഗ്രത അത്ര വലുതാണ്. അതുകൊണ്ട് ഉയർപ്പ് ആരും കാണാതിരുന്നതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് 40 ദിവസത്തോളം ആയിരുന്ന ഈ ഭൂമിയിലായിരുന്നു പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ആത്മാവ് ഈ ഭൂമിയിലായിരുന്നു. അത് പരിശുദ്ധ റൂഹായുടെ നിയന്ത്രണത്തിലാണെങ്കിലും ഈ ഭൂമിയിലായിരുന്നു. അവരവരുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ മാലാഖമാർ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവൻ ആ വാസസ്ഥലത്ത് എന്നെത്തോളം തന്നെ മാലാഖമാരാൽ ഇവൻ നയിക്കപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് അദ്ദേഹം കേട്ടില്ല. അങ്ങനെയത് പ്രാർത്ഥിക്കും. എൻ്റെ വാസസ്ഥലങ്ങളിൽ ചെന്നെത്തോളം മാലാഖമാരുടെ കാവലുണ്ടായിരിക്കണം. മാലാഖമാരുടെ കാവലെന്തിനാ? ശരീരം പിശാചെന്ന് ചോദിക്കും. മോശയുടെ ശരീരം പിശാച് അവകാശപ്പെട്ടെന്നില്ല. മോശ 3 തെറ്റ് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു. അത് യൂദാ 9 വാക്യത്തിൽ അതിനകത്ത് കേട്ടിട്ടുണ്ട്. മാലാഖ എന്ന് പറയുന്നത് ദൈവം നിന്നെ ഫലസിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ദൈവം നിന്നെ ഫലസിക്കട്ടെ. ദൈവമാണ്, ഞാനിതിനൊന്നും ഉത്തരവാദിയല്ല. നീ ചെയ്ത പറയുന്ന തെറ്റിന് ദൈവം നിന്നെ ഫലസിക്കട്ടെ, അല്ലെങ്കിൽ ഫലസിക്കാതിരിക്കട്ടെ. എങ്ങനെ വന്നാലും മാലാഖയ്ക്ക് വിഷയമില്ല, ദൈവം തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ 40 ദിവസത്തേക്ക് വരെ കർത്താവിടെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഈ ആത്മാവ് ചിലപ്പോൾ സഹോദരങ്ങളുടെ വീട്ടിലോ സ്വന്തം ഭവനത്തിലോ പോകാൻ സാധ്യതയുണ്ട്. തേജസ്കരണം മറച്ചു വെച്ചിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ പോലെ ഈ ആത്മാവിനെ കാണാൻ നമുക്ക് സാധ്യമല്ല. ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ ആത്മാവിനെ കാണാൻ സാധ്യമല്ല. അപ്പോൾ അവൻ്റെ ഭവനത്തിലോ ബന്ധപ്പെട്ടവരുടെ ഇടയിൽ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവൻ്റെ ഭവനത്തിൽ തീർച്ചയായിട്ടും ചെല്ലും എന്ന വിശ്വാസത്തിലാണ് ഈ കട്ടിലിൽ തുണി വിരിച്ച് തിരികെത്തിച്ച് വയ്ക്കുന്നത്. ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ഭാഗങ്ങളിൽ അത് നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതായാലും ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. സഭ അതിന് വിലക്കിയിട്ടുമില്ല. അപ്പം അങ്ങനെ അത് ചിന്തിക്കണം. ആത്മാവിടെ വരാൻ സാധ്യതയുണ്ട്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടതുപോലെ 40 ദിവസത്തേക്ക് 40 ദിവസം വിശുദ്ധ കുർബാന ചൊല്ലി. വിശുദ്ധ കുർബാന ചെല്ലുന്ന അദ്ദേഹത്തിന് അത്രയൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഇത് പാപപരിഹാരത്തിനാണെന്ന് പറയുന്നുണ്ട്. മത്തായി 26-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. വായിച്ചു നോക്കുന്നു. പാപപരിഹാരം എപ്പോൾ എവിടെയെങ്കിലും കർത്താവിന് കൊടുക്കാം. ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, നീ ഈ പരിശുദ്ധാത്മാവിന്റെ വിരോധമായിട്ട് നീ പറയുന്ന പാപങ്ങൾക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ മോചനമില്ലാത്ത. അപ്പോൾ പരലോകത്തിലെ ചെറുതിന് മോചനമുണ്ട്. അതങ്ങനെ ചിന്തിക്കണം. ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. വലത്തുവാദങ്ങളോട് പറഞ്ഞു പർദീസയിലിരിക്കും എന്ന് പറയുമ്പോഴേ എന്നും പർദീസയിൽ ആയിരിക്കും. കർത്താവ് എപ്പോഴും അവിടെ ആയിരിക്കണമെന്നുണ്ടോ? അവൻ പർദീസയുടെ അനുഭവത്തിലാണ്. കാരണം അവന് ക്രൂശിൽ വെച്ച് മാനസാന്തരം ഉണ്ടായി. അതുകൊണ്ട് അപ്പം തന്നെ അവൻ വാഗ്ദാനം കൊടുത്തത് മാനസാന്തരം നമുക്കുണ്ടാകണം. അപ്പോൾ പർദീസയുടെ അനുഭവം അനുഭവിക്കാം. ഞങ്ങളുടെ വിശ്വാസം വെച്ചിട്ട് വിശുദ്ധന്മാരുടെ ആത്മാക്കളെ പർദീസയിൽ കർത്താവ് കൊടുത്തു. അല്ലാത്തവരെ പാതാളത്തിലേക്ക് വിടുന്നു. മരണശേഷം സ്വർഗം നരകമൊക്കെ ഉള്ളൂ. ന്യായവിധിക്ക് ശേഷം. ന്യായവിധി ഇല്ലെങ്കിൽ കാര്യമില്ല. ന്യായവിധി ഒന്നും സ്വീകരിക്കേണ്ടതിൻ്റെ ഇപ്പം സ്വർഗത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരൊക്കെ വിശുദ്ധന്മാരാണ്. അവരൊരു പാവം ചെയ്തിട്ടില്ല, അവർക്ക് ന്യായവിധിയുടെ ആവശ്യമില്ലാത്തൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഓരോ അനുഭവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുർബാന സമയങ്ങളിൽ പള്ളിയിൽ കുർബാന നടക്കുന്ന ഞായറാഴ്ചകളിലും മാറാന പെരുന്നാളിലൊക്കെ ഈ ആത്മാക്കളെ പള്ളിയിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് പള്ളിയിലെ നടുവിലെ ഭാഗം അവർക്ക് വേണ്ടി തിരിച്ചെടുക്കുന്നത്. പിന്നെ വേറെ ശരീരത്തിൽ ആത്മാവ് പ്രവേശിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കില്ല. ഭൂതമായിട്ട് വരുന്നില്ല, പ്രേതമായിട്ട് വരുന്നില്ല, പ്രതികാരം ചെയ്യാൻ വരുന്നില്ല, ബന്ധുക്കളോട് ഇടപെടാൻ സാധിക്കുന്നില്ല. ഒന്നും ബന്ധുക്കൾ തന്നെ ഒന്നും അറിയുന്നില്ല. ആത്മാവിന് ആരാ വരുന്നത്, ആരാ ശരീരത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, ഇതൊക്കെ ആത്മാവിന് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റില്ല. നമ്മൾ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. 40 ദിവസം ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് ഈ ആത്മാവ് പോയി കഴിഞ്ഞു. കാരണം 40 ദിവസം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഈ സത്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്. ഇതാണ് യാക്കോബയുടെ വിശ്വാസം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം പറഞ്ഞാൽ മതി. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.